നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ദിലീപിൻ്റെ കേസിൻ്റെ വിധി ഈ മാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാർത്തകൾ വരുന്നു. ഈ കേസിൻ്റെ 8ാം പ്രതിയായ ദിലീപിൻ്റെ വക്കീല് പ്രശസ്തനായ ക്രിമിനൽ ലോയർ രാമൻപിള്ളയായിരുന്നു. വാദിഭാഗത്തിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജകുമാറാണ്. ഈ കേസ് നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 7/2/2017 രാത്രിയിൽ നടിയെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് പോകുമ്പം വഴിക്ക് വെച്ച് കാറിൽ വെച്ച് പൾസർ സുനിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5-6 പേരും കൂടി അവരെ പീഡിപ്പിക്കുകയും പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ അവർ പകർത്തുകയും ചെയ്തു. അതിനുശേഷം ആ പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിനെ കൊണ്ട് ഏൽപ്പിച്ചു എന്ന് വാർത്തകളൊക്കെ നമുക്കറിയാം. ഇപ്പോഴേ ആ കേസിൻ്റെ വാദങ്ങൾ പൂർത്തിയായി, പ്രതിവാദങ്ങൾ പൂർത്തിയായി, പ്രോസിക്യൂഷൻ വാദി പൂർത്തിയായി, സാക്ഷി വിസ്താരം എല്ലാം കഴിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് സാക്ഷി വിസ്താരങ്ങളും അതുപോലെ തന്നെ വാദിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റുകളും പ്രതിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റുകളും റീയും എല്ലാം കഴിഞ്ഞു. മാസങ്ങളായി നമ്മൾ ആ വിധി പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. എന്തായാലും കോടതിക്ക് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ഇത്. ലക്ഷക്കണക്കിന് പേജുകൾ നോക്കണം, കോടതിക്ക് മെമ്മറിയിൽ വരണം. കാരണം ഇത്രയും ബൃഹത്തായ ഒരു കേസ്, ബൃഹത്തായ റെക്കോർഡുകളുടെ കൂമ്പാരം, ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം കോടതിക്ക് ഈ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുതാൻ. അത് വളരെ ശ്രമകരമായ ജോലി തന്നെ. കേരളത്തിലെ മലയാളികളുടെ, ഇന്ത്യയിലെ പൊതുവെ ശ്രദ്ധ പതിഞ്ഞ ഒരു ട്രയലായിരുന്നു അത്. കേസ് വാദങ്ങളും പ്രതിവാദങ്ങളും കൗണ്ടറുകളും ഡിജിറ്റൽ എവിഡൻസുകളും സുപ്രീം കോടതി റൂളിങ്സും ഇങ്ങനെ നിരന്തരം വാദപ്രതിവാദങ്ങൾ ഇതുപോലുള്ള ജഡ്ജ്മെൻ്റ് ആധാരത്തിൽ നടക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഈ കേസിൻ്റെ പ്രത്യേകത, സിനിമയിലെ ഒരു ഉന്നത നടിയെ അവരെ അങ്കമാലിക്കടുത്ത് വെച്ച് രാത്രിയിൽ 17/2/2017 പൾസർ സുനിയും 5-6 പേര് കൂടി പീഡിപ്പിച്ച ദൃശ്യം പകർത്തിയിട്ട് ആ ദൃശ്യം നടനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് കേസ്. അതിലെന്തായാലും FIR രജിസ്റ്റർ ചെയ്തു, നടി മൊഴി കൊടുത്തു. അതിനുശേഷം കേസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷണം ഏറ്റെടുത്തു. അതിൻ്റെ DYSP ഇവിടെ കൂടെ സഹകരിക്കാനായിട്ട് ധാരാളം സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ. ബൈജു പൗലോസ് DYSP ആണ് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതി ചാർജ് കൊടുത്തത്. അദ്ദേഹത്തിനെ സഹായിക്കാൻ സോജൻ SP, അതുപോലെ സുദർശൻ SP, KV മോഹൻകുമാർ SP, ശ്രീജിത്ത് DGP ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുറ്റചാർജ് കൊടുത്തു. ട്രയല് പകുതി കഴിഞ്ഞപ്പം ആ കേസിൻ്റെ കൂടുതൽ എവിഡൻസ് വെളിയിലിട്ട് വന്നു എന്ന് DYSP ബൈജു പൗലോസ് കോടതി റിപ്പോർട്ട് കൊടുത്ത് അത് ട്രയൽ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ DYSP നടത്തി. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടുതൽ തെളിവുകൾ ദിലീപിനെതിരായിട്ട് വന്നു. അതിനകത്ത് ഏറ്റവും കൃത്യമായ എവിഡൻസ്, ഈ പീഡിപ്പിച്ച ദൃശ്യം അത് നടൻ്റെ വീട്ടിൽ വെച്ച് താൻ കണ്ടു എന്ന് ബാലേന്ദ്രകുമാർ എന്ന സംവിധായകൻ കോടതി മൊഴി കൊടുത്തു. അതിനുശേഷം ആ പല സന്ദർഭത്തിലും അദ്ദേഹത്തിനെ പ്രതിഭാഗം ക്രോസ് ചെയ്തു. പിന്നീട് അദ്ദേഹം സിക്കായി അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നു. ആ കിടക്കുന്ന സമയത്തും മരണം മുന്നിൽ കണ്ട് അദ്ദേഹം കിടക്കുന്ന സന്ദർഭത്തിലും മൊഴി കൊടുത്തു. സത്യസന്ധമായിട്ട് മൊഴി കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം 13/12/2024 ചെങ്ങന്നൂർ വെച്ച് അദ്ദേഹം അന്തരിച്ചു. വളരെ വൈറ്റലായ മൊഴിയാണ് അദ്ദേഹം കൊടുത്തത്. ആ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം താൻ ആ സംഭവത്തിന് ശേഷം നടൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. തൻ്റെ സുഹൃത്തും വളരെ അടുപ്പക്കാരനുമാണ് ദിലീപ്. അവിടെ വെച്ച് താൻ അത് സ്ക്രീനിലിട്ട് അവരുടെ നടനും
നടൻ്റെ സഹോദരനും മറ്റു ചിലരും ഇരിക്കുന്ന സന്ദർഭത്തിൽ താനും അത് കണ്ടു. ആ ദൃശ്യം തന്നെയാണ് കോടതിയിൽ തന്നെ കാണിച്ചത്. പോലീസ് കണ്ടെടുത്ത ദൃശ്യം ആ ദൃശ്യം തന്നെയാണ്. അത് ഡിജിറ്റൽ എവിഡൻസ് ആണ്, വളരെ വാല്യുബിൾ ആണ്. ആ ഡിജിറ്റൽ എവിഡൻസ് അതേപടി കോടതി അംഗീകരിക്കും. അതിൻ്റെ ഒരു പാർട്ടാണേലും ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് അംഗീകരിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇലക്ട്രോണിക് എവിഡൻസും അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അത് തെളിവിലേക്ക് വരും എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അഡ്മിസിബിൾ ആണ് എന്ന് കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ല എവിഡൻസ് ഉള്ളൊരു കേസായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. 7ാം പ്രതിയായിട്ട് വന്ന സായി ശങ്കർ അപ്രൂവറായി മാപ്പുസാക്ഷിയായി ദിലീപിനെതിരായിട്ട് പറഞ്ഞു. 7 വർഷത്തോളം ഈ കേസിൻ്റെ റിമാൻഡ് പീരീഡിൽ പൾസർ സുനി കിടന്നു. ബാക്കിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ജാമ്യം ലഭിച്ചെങ്കിലും പ്രൈം അക്യൂസ്ഡായ പൾസർ സുനി ജാമ്യത്തിൽ പോയില്ല. പല സന്ദർഭത്തിലും ഹൈക്കോടതി ജാമ്യത്തിന് അപേക്ഷിച്ച് കിട്ടിയില്ല. സുപ്രീം കോടതി പല സന്ദർഭത്തിലും പോയി. അതിനുശേഷം 7 വർഷത്തിന് ശേഷം അയാൾക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. കാരണം 2024 സുപ്രീം കോടതി ജാമ്യം കൊടുത്തത്. ഏകദേശം 7 വർഷത്തോളം റിമാൻഡ് പീരീഡ് കിടന്നു. ഇനി പൾസർ സുനിയെ ശിക്ഷിച്ചാൽ ആ 7 വർഷം കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി. കോടതിയുടെ ഈ ട്രയൽ സമയത്ത് ചില എവിഡൻസുകളൊക്കെ കോടതിക്ക് എതിരായിട്ട് വരികയും ചെയ്തു. കാരണം 2028 അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആരോ ഈ ദൃശ്യം പരിശോധിച്ചതായിട്ട് എവിഡൻസ് വന്നു. പിന്നീട് അഡീഷണൽ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിൽ ഇത് കമ്മിറ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ ആരോ പരിശോധിച്ചിരിക്കുന്നു. അതിനുശേഷം ട്രയൽ കോടതിയിലും 11/2/2018 ഇത് പരിശോധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ പരിശോധനയിൽ ഇതിൻ്റെ ഒറിജിനൽ ദൃശ്യത്തിന് രൂപമാറ്റം വന്നു എന്ന ആരോപണം വന്നു. അത് ഹൈക്കോടതിയിലേക്ക് അതിന് നിർദ്ദേശത്തിന് വേണ്ടി പോവുകയും സുപ്രീം കോടതി വരെ ആ കാര്യം പരിശോധിക്കുകയും ചെയ്തതൊക്കെ നമുക്കറിയാം. എന്തായാലും കോടതിയുടെ ജഡ്ജ്മെന്റ് ഈ മാസം അവസാനം വരും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ചില സംശയങ്ങളൊക്കെ കുറേ നാളുകളായി, മാസങ്ങളായി ഇടയ്ക്കിടയ്ക്ക് ആ ജഡ്ജി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോട് ചോദിക്കും. അതിന് ചില ക്ലാരിഫിക്കേഷൻസ് ഒക്കെ പ്രതിവാദം രാംപിള്ളയുടെ വക്കീലിനോട് ചോദിക്കും. അങ്ങനെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കോടതി അത് പരിശോധിക്കുകയാണ്, അതിൻ്റെ എവിഡൻസ് പരിശോധിക്കുകയാണെന്ന് വ്യക്തമാണ്. കോടതിക്ക് എന്തായാലും ഈ മാസം അല്ലെങ്കിൽ ഈ ഡിസംബർ 31 ജഡ്ജ്മെന്റ് പറഞ്ഞേ ഒക്കുള്ളൂ. കാരണം കോടതിക്ക് ഒരു പ്രൊമോഷൻ അടുത്ത് തന്നെ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ജഡ്ജ്മെന്റ് പുറത്തേക്ക് വരണം. ആ ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊരു ട്രാൻസ്ഫർ വന്നാലും ശരി. കാരണം മറ്റൊരു ജഡ്ജി പകരം വരുന്നവർ ഇത്ര വോളിമിനസ് ആയ ഈ റെക്കോർഡുകളൊക്കെ പരിശോധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തുടക്കം മുതൽ ട്രയൽ മുഴുവൻ കേട്ടത് ഈ ജഡ്ജാണ്. അപ്പോൾ അതുകൊണ്ട് എവിഡൻസും അനുകൂലവും പ്രതികൂലമായ എവിഡൻസുകളൊക്കെ അവരുടെ മനസ്സിലും അവരുടെ ബ്രെയിനിലും ഉണ്ടാവും. കാരണം മുഴുവൻ അവർ കേട്ടിട്ടുണ്ട്. അത് തന്നെയല്ല, അത് ഇനി മറ്റൊരാളെ ഏൽപ്പിക്കാനും കഴിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം എവിഡൻസ് വോളിമിനസ് ആണ്. അപ്പം അതിൻ്റെ വർക്കിലാണ്, ജഡ്ജ്മെന്റ് എഴുതുന്ന വർക്കിലാണ് ആ ജഡ്ജി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനം ജഡ്ജ്മെന്റ് വരാം, അല്ലെങ്കിൽ അടുത്ത മാസം തീർച്ചയായിട്ടും ജഡ്ജ്മെന്റ് വരാം. കാരണം ട്രയൽ കിടന്നു, ക്രോസ് കിടന്നു, ആ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് മാസങ്ങളായി അതിൻ്റെ ട്രയൽ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇനി ജഡ്ജ്മെന്റ് ഇനി താമസിപ്പിക്കാൻ കഴിയില്ല. എങ്കിലും കോടതി താമസിപ്പിക്കുന്നതിന് മനഃപൂർവ്വമല്ല എന്ന് നമുക്കറിയാം. കാരണം ലക്ഷക്കണക്കിന് റെക്കോർഡുകൾ FIR മുതൽ ചാർജ് ഷീറ്റ് വരെ, രണ്ടാമത്തെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ചാർജ് ഷീറ്റ്, അതിനകത്തുനിന്ന് പുതിയ സാക്ഷികൾ, അതിനകത്തുനിന്ന് ഡിജിറ്റൽ എവിഡൻസുകൾ, അങ്ങനെ 100,000 എവിഡൻസുകളും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ളതെല്ലാം വാദിഭാഗവും പ്രതിഭാഗവും പറഞ്ഞതും പ്രൊപ്പോസ് ചെയ്തതും എല്ലാം കോടതിക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശ്രമകരമാണ് ജോലി എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്കിലും ഈ കേസിൻ്റെ വിധി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിനകം വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.